ഹായ് ഫ്രണ്ട്സ്, Prepscale ലേണിംഗ് ആപ്പിൻ്റെ HSST ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, വളരെ കാലത്തിന് ശേഷം നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് HSST ഇംഗ്ലീഷ് സീനിയർ ജൂനിയർ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. PSC അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മിക്കവാറും ഈ ഫെബ്രുവരി മാസമാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷയുണ്ടാവാം. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ട സമയമാണ്. നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ ധാരാളം പരീക്ഷ എഴുതിയ ആളുകളാണ്. സെറ്റ് എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ട്, CTET പാസ്സായിട്ടുണ്ട്, നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ടാവും, PhD ചെയ്യുന്ന ആളുകളുണ്ടാവും, MPhil കഴിഞ്ഞ ആളുകളുണ്ടാവും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് PGDTE അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് FLU ഹൈദരാബാദിൻ്റെ കോഴ്സ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ധാരാളം കോഴ്സുകൾ ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷേ HSST എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഒരു പ്യുവർ അക്കാഡമിക് പരീക്ഷയാണിത്. അക്കാഡമിക് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട്, കാരണം കേരളത്തിലെ പ്രൗഢമായ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി നടത്താൻ പോകുന്ന പരീക്ഷയാണ് HSST ഇംഗ്ലീഷ്. കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി മുതലായ യൂണിവേഴ്സിറ്റികളുടെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ, അതായത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ചോസർ ടു നിയോ ക്ലാസിക്കൽ പീരീഡാണ്. രണ്ടാമത്തെ മൊഡ്യൂള് റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ് ആണ്. പിന്നെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്, അമേരിക്കൻ ലിറ്ററേച്ചർ ഉണ്ട്, ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ലിറ്റററി ജാനേഴ്സിനെ കുറിച്ച് വളരെ കൃത്യമായി ഡിസൈൻ ചെയ്ത സിലബസാണ് നമുക്കുള്ളത്. അപ്പോൾ ഓരോ സിലബസും വളരെ മെറ്റിക്കുലസായി, കൃത്യമായി, സൂക്ഷ്മമായി പഠിച്ച്, അതായത് ആ പീരീഡിലുണ്ടായ പ്രധാനപ്പെട്ട നോവലാണെങ്കിൽ നോവൽ, ഫിക്ഷൻ, പോയട്രി, എസ്സേയ്സ്, അതുപോലെ ക്രിട്ടിക്കൽ വർക്ക്സ്, ഇതൊക്കെ തന്നെ കൃത്യമായി പഠിച്ചു പോവുകയാണെങ്കിൽ, പ്ലേസ്, പോയട്രി, ഇതൊക്കെ വളരെ സൂക്ഷ്മമായി പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഈ പരീക്ഷ എഴുതാൻ സാധിക്കും. ഇപ്പോൾ HSST പരീക്ഷ എന്ന് പറഞ്ഞാൽ മറ്റ് പരീക്ഷ പാസ്സായി എന്നതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് നിങ്ങളെ എഫേർട്ട് കുറയ്ക്കാൻ പാടില്ല. കാരണം നിങ്ങൾ വളരെ കോൺഫിഡൻ്റായി ഒരു പരീക്ഷയെ സ്വാഗതം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് മെറ്റിക്കുലസ് പ്രിപ്പറേഷനാണ്. അതായത് ഏത് വിജയത്തിൻ്റെയും പിന്നിൽ ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ സിലബസ് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് എന്താണ്? ആ സിലബസ് നോക്കണം. പിന്നെ വേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, ഇനി മറ്റ് പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, UGC നെറ്റിൻ്റെ പരീക്ഷയുടെ ചോദ്യങ്ങൾ നോക്കണം, സെറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ നോക്കണം, മറ്റ് ഇന്ത്യയിലുള്ള വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ എൻട്രൻസ് പരീക്ഷയ്ക്ക്, ഇപ്പോൾ MPhil എൻട്രൻസ് അല്ലെങ്കിൽ PhD എൻട്രൻസ്, ഇൻ്റഗ്രേറ്റഡ് PhD എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ, അങ്ങനെ IITകളിൽ നടത്തുന്ന പരീക്ഷകളുടെ ചോദ്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനുള്ള സൗകര്യമുണ്ട്. ഈ സൗകര്യങ്ങൾ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായി ഈ പരീക്ഷ എഴുതാൻ കഴിയും. അപ്പോൾ ഞാൻ പരീക്ഷ MPhil അല്ലെങ്കിൽ PhD ഉള്ള ആളാണ്, അല്ലെങ്കിൽ എനിക്ക് MEd ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ MPhil പാസ്സായിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്കറിയാമെന്നുള്ള ധാരണയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ, അറിയാമെന്നുള്ള ബോധം വേണം, പക്ഷേ എനിക്ക് ഇനിയും അറിയാനുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് HSST പരീക്ഷ വളരെ എളുപ്പത്തിൽ, വളരെ നല്ല മാക്സിമം സ്കോർസ് നേടിയിട്ട് അതിൻ്റെ ഒരു സേഫ് സോണിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ MAക്ക് പഠിച്ചതാണ്, BAക്കും MAക്കും ഒക്കെ പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഒന്ന് ഫ്രഷ് ചെയ്യുക. അത് നമ്മൾ നോക്കേണ്ടത് ഓരോ പീരീഡ് വൈസ്. കാരണം സിലബസ് അങ്ങനെയാണ്. ഇപ്പം ചോസർ ടു നിയോ ക്ലാസിക്കൽ പീരീഡ് ഒരു പീരീഡാണ്. ആ പീരീഡിലുള്ള മിക്കവാറും എല്ലാ മേജർ ലിറ്റററി വർക്ക്സ് അറിയണം. മേജർ ലിറ്റററി വർക്ക്സ് അറിഞ്ഞാൽ മാത്രം പോലെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ അറിയണം. ഒരു ഓഥർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേജർ വർക്ക്സ് അറിയണം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അറിയണം, പിന്നെ ക്രോണോളജി കൃത്യമായി അറിയണം. ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന ആളുകൾ
അതിൻ്റെ ക്രോണോളജി, അതായത് എങ്ങനെയാണ് ആ കാലഘട്ടം രൂപപ്പെട്ടത്, അതിൻ്റെ സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജ് ലിറ്ററേച്ചർ, ഇത് കൃത്യമായി അറിയണം. ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന ആളുകൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പത്തിൽ ചോദ്യോത്തരം എഴുതാനും കഴിയുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് റൊമാൻറ്റിക് പീരീഡാണ്. അതായത് മൊഡ്യൂൾ 2 റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ് ഉണ്ട്. റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ്, അപ്പോൾ വിക്ടോറിയൻ പീരീഡും റൊമാൻറ്റിക് പീരീഡും കൃത്യം അറിയണം. അപ്പോൾ വാട്ട് ഈസ് റൊമാൻറ്റിക് പീരീഡ്? Today we are discussing romantic period. You know, romantic period, you can see the 1798 to 1837. 1798 to 1837 ആണ് romantic period. നോക്കണം, 1798 is a landmark in the history of English and language literature. 1709, no period can be marked precisely. See, no literary age can be dated precisely. അതാണ് പ്രിസൈസായി നമുക്ക് ഡേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ന് കൃത്യമായി ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ 1798 വാസ് എ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ, ഇംഗ്ലീഷ് ഭാഷാചരിത്രത്തിലെ ഒരു ലാൻഡ്മാർക്ക് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് 1798 പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ്. അതായത് ലിറിക്കൽ ബാലഡ്സ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1798 ബൈ വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടൈലർ കോളേജ്. വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടൈലർ കോളേജ് പബ്ലിഷ്ഡ് ലിറിക്കൽ ബാലഡ്സ്. ദിസ് ആക്ച്വലി ഇനോഗ്രേറ്റഡ് ദ റൊമാൻറ്റിക് period. The romantic period. Let us see here you can see. See, let us see the period at a glance. നോക്കങ്ങൾ, no literary age can be precisely dated. We can't date an age precisely. No literary age can be precisely dated. For the sake of convenience, demarcation of some important literary or historical event is taken to mark the beginning of the end of the literary age. See, demarcation of some important literary or historical event is taken to mark the beginning of or the end of literary age. Here, you know, romantic period or the age of Wordsworth is supposed to begin in 1798 because it was the year that the lyrical ballads of Wordsworth were published. See, lyrical ballads, നമ്മൾ സിംഗുലറായി എടുക്കുമ്പോൾ lyrical ballads കൃതിയുടെ പേരാണ്. അപ്പോൾ was published. Lyrical ballads of William Wordsworth was published. See, lyrical ballads really, it inaugurated the romantic movement in English poetry. അതാണ് ലാൻഡ്മാർക്ക്. 1798 to 1837. So we find that, you know, no literary age can be precisely dated. Yet for the sake of convenience or the demarcation, some important literary or historical event is taken to mark the beginning or the end of literary age. Here, romantic period or the age of Wordsworth is supposed to begin in 1798. See, or it was the year that the lyrical ballads of Wordsworth was published. Lyrical ballads was published 1798. So this is landmark, an epoch-making event in the history of English language and literature. 1798 വേർഡ്സ്വർത്തും കോളേജും കൂടെ പബ്ലിഷ് ചെയ്യുന്നു, കൂട്ടായ കൊളാബറേഷനാണ്, പബ്ലിഷ് ലിറിക്കൽ ബാലഡ്സ്. ദിസ് ആക്ച്വലി ഇനോഗ്രേറ്റഡ് ദ റൊമാൻറ്റിക് റിവൈവൽ or romantic movement in English poetry. See, let us see. The publication of lyrical ballads marks the beginning of romantic period. See,
the publication of Romantic movement, the publication of lyrical ballads by William Wordsworth and Coleridge marks the beginning of Romantic period. And Romantic period ends when the Victorian age begins. You know, Romantic period ends when the Victorian age begins. Queen Victoria came to power, succeeded to the throne in 1837. Queen Victoria succeeded to the throne of England in 1837. 1837 ക്യൂൻ വിക്ടോറിയ അധികാരത്തിൽ വരുന്നു. അതാണ് എന്ത് മാർക്സ് ദ എൻഡ് ഓഫ് റൊമാൻറ്റിക് പീരീഡ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് വിക്ടോറിയൻ ഏജ്. You know, the end of Romantic period and the beginning of Victorian age is 1837. You see the importance of 1837, 1798 and 1837. See, this is called the Romantic period, beginning of Romantic period, or the age of Wordsworth. And here 1837, in that year, Queen Victoria came to power. She succeeded the throne of England, and it really marks the end of Romantic period, and the beginning of Victorian age. നമുക്ക് വിക്ടോറിയൻ ഏജ് പഠിക്കാനുണ്ട്. റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ് എന്നാണ് പറയുന്നത്. റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ്, റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻസ് ആണ്. റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ് ഈ രണ്ട് പേരിലും റൊമാൻറ്റിക് പോയറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റൊമാൻറ്റിക് പോയറ്റ്സ് അതായത് റൊമാൻറ്റിക് റിവൈവൽ ആൻഡ് റൊമാൻറ്റിക് റിവോൾട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ റിമെമ്പർ 1798 to 1837. 1837 is the end of Romantic period and the beginning of Victorian period. And 1798 is the beginning of Romantic period. Right? അപ്പോൾ you got an idea about 1798 to 1837. 1798 മുതൽക്ക് 1837 വരെയുള്ള കാലഘട്ടം. ഇതാണ് റൊമാൻറ്റിക് പീരീഡ്. അതിനുശേഷം വരുന്നതാണ് വിക്ടോറിയൻ പീരീഡാണ്. എലിസബത്തൻ പീരീഡ് ഉണ്ട്, നിയോ ക്ലാസിക്കൽ പീരീഡ് ഉണ്ട്, ഏജ് ഓഫ് റെസ്റ്റോറേഷൻ ഉണ്ട്, ജക്കോബിയൻ പീരീഡ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വി ആർ ഡീലിംഗ് വിത്ത് റൊമാൻറ്റിക് പീരീഡ് 1798 to 1837. നോക്കുക നിങ്ങൾ ഈ പീരീഡിലെ ജനറേഷൻ ഓഫ് പോയറ്റ്സ് നോക്കുക. 2 ജനറേഷൻ ഓഫ് പോയറ്റ്സ് ആണ് വിക്ടോറിയൻ, അതായത് റൊമാൻറ്റിക് പീരീഡിൽ, അതായത് റൊമാൻറ്റിക് പീരീഡ് 1798 1837 റൊമാൻറ്റിക് പീരീഡാണ്. ഈ റൊമാൻറ്റിക് പീരീഡിൽ യുനോ 2 ജനറേഷൻ ഓഫ് ദ പോയറ്റ്സ്, 2 തലമുറ കവികൾ. ദ റൊമാൻറ്റിക് പീരീഡ് ഇൻ ലിറ്ററേച്ചർ ഈസ് ക്ലിയർലി ഡിവിസിബിൾ ഇൻ ടു 2 generations. The romantic poets, the romantic period in English literature is clearly visible in 2 generations of poets. 2 generations of poets. First generation of poets known as older poets. The first generation of poets are known as older poets. ആരൊക്കെയാണ്? വില്യം വേർഡ്സ്വർത്ത്, റോബർട്ട് സദേ, വാൾട്ടർ സ്കോട്ട് and HSST Coleridge. Remember Wordsworth. They are called lake poets. Wordsworth, HSST Coleridge, Robert Southey. He was the poet laureate of England. And Walter Scott, poet and novelist ആണ് വാൾട്ടർ സ്കോട്ട്. ഇതാണ്, they belong to the first generation of romantic poets. First generation of romantic period. William Wordsworth, HSST Coleridge, Robert Southey, Walter Scott. They include the first generation of the poets known as the older poets. They are known as the older poets. Older poets are romantic period, 1798 to 1837. 1837 is the end of romantic period, beginning of the Victorian period.
1798, the publication of lyrical ballads. Then, see, the poets, clearly in two generations. Poets can be divided in two generations. The first generation of poets ആരൊക്കെയാണ്? known as the older poets. മുതിർന്ന കവികളാണ്. കാൽപ്പനിക കാലഘട്ടത്തിലെ മുതിർന്ന കവികളാണ് വില്യം വേർഡ്സ്വർത്ത്, എസ്.ടി. സാമുവൽ ടൈലർ കോളറിഡ്ജ്, റോബർട്ട് സദേ, വാൾട്ടർ സ്കോട്ട്. റോബർട്ട് സദേ പോയറ്റ് ലോറേറ്റ് ആയിരുന്നു. ഇംഗ്ലണ്ടിലെ പോയറ്റ് ലോറേറ്റ് ആയിരുന്നു അയാൾ. അയാൾ ആസ്ഥാന കവിയായിരുന്നു, വലിയ കവിയാണ്. ആഫ്റ്റർ ബ്ലൈനിങ് എന്നുള്ള കവിതയൊക്കെ എഴുതിയാണ്. വാൾട്ടർ സ്കോട്ട് ഉണ്ട്, കോളറിഡ്ജ് ഉണ്ട്, ആൻഷ്യൻ മാരിനർ, കുബ്ലൈ ഖാൻ, അതുപോലെ ഓഡ് ഡിജക്ഷനൊക്കെ എഴുതിയ മഹാനായ കവി. എ മാൻ റെക്ഡ് ഇൻ ഓപ്പിയം എന്നാണ് ആർണോൾഡ് പറയുന്നത്. അതായത് ഓപ്പിയത്തിൽ റെക്ക് ചെയ്തപ്പെട്ട മനുഷ്യനാണ്. പിന്നെ വില്യം വേർഡ്സ്വർത്ത് ഉണ്ട്. വേർഡ്സ്വർത്താണ് റൊമാൻറ്റിക് കവിതയെക്കുറിച്ചുള്ള ഒരു കാൽപ്പനിക കവിതയിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ച കവിയാണ് ആര്? വില്യം വേർഡ്സ്വർത്ത്. കാൽപ്പനിക നവോത്ഥാനത്തിലെ ശില്പി എന്ന് നമ്മൾ പറയും. ഈ ആക്ച്വലി വേർഡ്സ്വർത്ത് ആൻഡ് എസ്.ടി. കോളറിഡ്ജ്, they published lyrical ballads which inaugurated the romantic revival. See, remember the older poets. See, romantic poets can be divided into two generations. The older generation ആരൊക്കെയാണ്? വില്യം വേർഡ്സ്വർത്ത്, എസ്.ടി. കോളറിഡ്ജ്, റോബർട്ട് സദേ ആൻഡ് വാൾട്ടർ സ്കോട്ട്. And the second generation poets, the first generation ആണ്. ആരാണ് സെക്കൻഡ് ജനറേഷൻ പോയറ്റ്സ്? സെക്കൻഡ് ജനറേഷൻ പോയറ്റ്സ് ആണ് സെക്കൻഡ് ജനറേഷൻ പോയറ്റ്സ്. ഫസ്റ്റ് ജനറേഷൻ പോയറ്റാണ് പി.ബി. ഷെല്ലി, പേഴ്സി ബൈഷി ഷെല്ലി, ജോൺ കീറ്റ്സ്, ലോർഡ് ബൈറൺ. ഈ മൂന്ന് കവികളാണ് സെക്കൻഡ്. ദേ ബിലോങ് ടു സെക്കൻഡ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സ്. റൊമാൻറ്റിക് പീരീഡിലെ രണ്ട് തലമുറ കവികൾ, 1798 to 1837, ഈ പീരീഡിലെ രണ്ട് തലമുറ കവികൾ. ഈ രണ്ട് തലമുറ കവികളിലാണ് ഒന്നാം തലമുറയാണ്, അല്ലെ ഓൾഡർ പോയറ്റ്സ് ആണ് വില്യം വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, റോബർട്ട് സദേ, വാൾട്ടർ സ്കോട്ട്. സെക്കൻഡ് ജനറേഷനിൽ ജോൺ കീറ്റ്സ്, 1798 to 1821 ഉണ്ടോ. അതുപോലെ ഷെല്ലി, പിന്നെ ലോർഡ് ബൈറൺ. ഈ മൂന്ന് പേരാണ് ഇത് റൊമാൻറ്റിക് പീരീഡിലെ സെക്കൻഡ് ജനറേഷൻ പോയറ്റ്സ്. റിമെമ്പർ, ഫസ്റ്റ് ജനറേഷൻ വില്യം വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, സദേ ആൻഡ് വാൾട്ടർ സ്കോട്ട്. സെക്കൻഡ് ജനറേഷൻ ഷെല്ലി, കീറ്റ്സ്, ബൈറൺ. ഷെല്ലി, ജോൺ കീറ്റ്സ്, ഷെല്ലി, ബൈറൺ. ഇതാണ് രണ്ട് തലമുറ റൊമാൻറ്റിക് കവികൾ. ഇതിൽ ഏറ്റവും മഹാന്മാരായ കവികൾ ഒരുപാടുണ്ടായിരുന്നു. കീറ്റ്സിനെ പോലെ മഹാനായ കവി, നെക്സ്റ്റ് ടു ഷേക്സ്പിയർ എന്നാണ് പറയുന്നത്. മാത്യു എന്ന് പറയുന്നത് നെക്സ്റ്റ് ടു ഷേക്സ്പിയർ. തൻ്റെ ജീവിത കാലഘട്ടത്തിൽ മുൻ തന്നെ അംഗീകാരം കിട്ടാണ്ട് പോയ കീറ്റ്സ് വാസ് എ വിക്ടിം ഓഫ് ട്യൂബർക്യുലോസിസ്. കൺസംഷൻ കൊണ്ട് മരിച്ചതാണ്, ക്ഷയരോഗബാധിതനായി മരിച്ചതാണ്. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ കവിയാണ്. പക്ഷേ കീറ്റ്സ് വാസ് വീമൻലി അറ്റാക്ഡ് ബൈ ദ ക്രിട്ടിക്സ്. ജീവിത കാലഘട്ടത്തിലൊക്കെ തന്നെ ഒരുപാട് ക്രിട്ടിക്സ് അയാളെ രൂക്ഷമായി വിമർശിച്ചു. അപ്പോൾ കീറ്റ്സ് വാസ് ഡെഡ് നോട്ട് ഓഫ് ട്യൂബർക്കുലോസിസ് ബട്ട് ഓഫ് ക്രിറ്റിസിസം എന്നാണ് പറയാറുള്ളത്. കാരണം വിമർശകരുടെ കുന്തമുനയേറ്റ് മരിച്ചുപോയ കവിയായിരുന്നു അവർ, ജോൺ കീറ്റ്സ്. പിന്നെ ഷെല്ലി ഉണ്ട്, മഹാന കവിയാണ്. ബോട്ട് ക്യാപ്സൈസിൽ മരിച്ചുപോയതാണ്, ബോട്ടപകടത്തിൽ മരിച്ചുപോയ വലിയ റൊമാൻറ്റിക് പോയറ്റായിരുന്നു ഷെല്ലി. കീറ്റ്സ് വാസ് എ സെൻഷ്യസ് പോയറ്റ്, റൊമാൻറ്റിക് പോയറ്റ്, റെവല്യൂഷണറി ആയിരുന്നു. ഹി വാസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻഎഫക്ച്വൽ ഏഞ്ചൽ ബീറ്റിംഗ് ദ ലുമിനസ് വിങ്സ് ഇൻ വോയിഡ് എന്നാണ് മാത്യു ആർണോൾഡ് പറയുന്നത്. അല്ലേ, ഷെല്ലിയെപ്പറ്റി പറഞ്ഞതാണ്, എ ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻഎഫക്ച്വൽ ഏഞ്ചൽ ബീറ്റിംഗ് ദ ലുമിനസ് വിങ്സ് ഇൻ വോയിഡ്. വില്യം അയാളെ പറ്റി പറയുന്നത്, കീറ്റ്സിനെ പറ്റി കോളറിഡ്ജിനെ പറ്റി പറയുന്നത് എ മാൻ റെക്ഡ് ഇൻ ഓപ്പിയം എന്നാണ്. ഒപ്പിയം കഴിച്ച് തകർന്നു പോയൊരു കവി. ഇയാളാണെങ്കിൽ ആരാണ്? റവല്യൂഷണറി പോയറ്റ്. പിന്നെ ലോർഡ് ബൈറൺ കവിയാണ്, വലിയ വിപ്ലവകാരിയായ കവിയായിരുന്നു. ഗ്രീക്ക് കലാപത്ത് പങ്കെടുത്ത് ആളാണ് അയാൾ.
വലിയ ഗ്രേറ്റ് പോയറ്റാണ്. അല്ലെ, ഡോൺ ജുവാൻ പോലെയുള്ള കവിത എഴുതിയാണ്. പക്ഷേ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലൊന്നും അദ്ദേഹത്തിൻ്റെ കവിതകൾ പഠിപ്പിക്കാനില്ല. ബൈറൺ, ലോർഡ് ബൈറൺ, ഹീ ബിലോങ്സ് ടു ദ സെക്കൻഡ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സ്. ഓർമ്മിക്കുക, ഷെല്ലി, കീറ്റ്സ്, ബൈറൺ, അതാണ് സെക്കൻഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ